ദിവസവും ഒരൊറ്റ എള്ളുണ്ട കഴിച്ചാൽ നിങ്ങളുടെ ബോഡിക്ക് ലഭിക്കുന്ന എനർജിയും അയൺ കണ്ടൻറ്റൊക്കെ എത്രയാണെന്ന് അറിയാമോ? സാധാരണ എള്ളുണ്ടയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ എള്ളുണ്ട ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സ്പെഷ്യൽ എള്ളുണ്ട നിങ്ങളുടെ ഹെൽത്തിനും ഡയറ്റിനും നൽകുന്ന മാറ്റം ചെറുതല്ല. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇത് വളരെ എളുപ്പത്തിൽ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കാം. അതിനായിട്ട് ഇവിടെ 1 കപ്പ് എള്ള് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 100 ഗ്രാമോളം ഉണ്ടാവും. ഇത് കഴുകി ഉണക്കിയ എള്ളാണ്. ഇത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുത്താൽ മാത്രമേ നമുക്കത് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ രുചിയും കൂടും. ചില എള്ളിൻ്റെ പാക്കറ്റുകളിൽ കല്ല് അപൂർവമായിട്ട് ഉണ്ടാവാറുണ്ട്, ഇങ്ങനെ ചെറിയ പൊടിക്കല്ലുകളൊക്കെ. അപ്പോൾ അത് അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഒരു മീഡിയം ചൂടിൽ വെച്ച് വേണം നമ്മൾ ഈ എള്ള് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. തീ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ധാരാളം കാൽസ്യവും ഇരുമ്പും പിന്നെ നല്ല കൊഴുപ്പും പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ 1 കപ്പ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. അതും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഓട്സിൽ ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട്. പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കും. ചൂടായ പാനിലേക്ക് നമ്മൾ ഓട്സ് ഇട്ട് കൊടുത്ത ഉടനെ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഒരു 2 മിനിറ്റൊക്കെ മതി. നന്നായി ചൂടായതിന് ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് കൊട്ടിക്കൊടുക്കാം. ഈ പാത്രത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നട്ട്സ് ഒന്ന് ചൂടാക്കി എടുക്കണം. ആദ്യമായിട്ട് കുറച്ച് ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കാഷ്യൂസും ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും ഒരുമിച്ചിട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇത് ഒരുവിധം റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ആദ്യമായിട്ട് എള്ള് പൊടിച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഓട്സ് പൊടിച്ചെടുക്കാം. നട്ട്സ് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അടുത്തായിട്ട് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ഉരുക്കിയെടുക്കണം. പനശർക്കര ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇവിടെ ഇപ്പോൾ സാധാരണ ശർക്കരപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒറ്റനൂൽ പരുവാവുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. ഇതിലേക്ക് വറുത്ത് പൊടിച്ചിട്ടുള്ള ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. ഇനി ഒരു 1/2 ടീസ്പൂണോളം ചുക്ക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ചുക്കിലും ജീരകത്തിലും ഏലക്കായയിലൊക്കെയുള്ള പോഷകങ്ങൾ കൂടി ചേരുമ്പോൾ ഇത് കൂടുതൽ ഹെൽത്തി ആവുന്നു. കൂടാതെ ദഹനത്തിനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നു. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരുവിധം ചൂടാറിയ സമയത്ത് നമുക്കിത് ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇത് ഹെൽത്തി മാത്രമല്ല, വളരെയധികം ടേസ്റ്റിയാണ്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ പുറത്തുനിന്നുള്ള സ്നാക്സൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് ഒരാഴ്ചയോളമൊക്കെ പുറത്തിരിക്കും. കൂടുതൽ കാലം വെക്കണമെന്നുണ്ടെങ്കിൽ 2-3 ആഴ്ചയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും. കർക്കിടകത്തിലൊക്കെ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഒന്നാണിത്. കർക്കിടകത്തിൽ മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി വെക്കാം, അതുപോലെ കഴിക്കാം. ദിവസം ഒരെണ്ണമൊക്കെ വെച്ചിട്ട് കഴിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ. അടുത്തത് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.